ഈ അധമന്മാരായിട്ടുള്ള ഈ പാർട്ടി നേതാക്കന്മാരെ നേതാക്കളാക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഇന്നത്തെ പാർട്ടി നേതൃത്വത്തിന് പിൻവലിയേണ്ടി വന്നു. അപ്പോൾ 2006 പാർട്ടി അണികൾ എന്തിന് തെരുവിലിറങ്ങി? 2024 പാർട്ടി അണികൾ എന്തിന് തെരുവിലിറങ്ങി? ആ തെരുവിലിറങ്ങിയതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 2006 പാർട്ടി എന്തായിരുന്നു എന്നുള്ളതും 2024 പാർട്ടി ഇന്ന് എന്താണ് എന്നുള്ളതും കൃത്യമായി നമുക്ക് ബോധ്യമാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ശരി, ഡോക്ടർ ബി ജയരാജ്, അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി പാഞ്ഞെത്തിയതും ഏരിയ സമ്മേളനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി നിലവിലുള്ള ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചതും. അപ്പോൾ അതിന്റെ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. മുൻ സമയങ്ങളിലെ വിഭാഗീയത പോലെ അല്ല ഇത്. തെരുവിലേക്ക് ഏത് സമയവും ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന പാർട്ടി അണികളാണ് ഉള്ളത്. അതുകൊണ്ടാണല്ലോ ലോക്കൽ സമ്മേളന സമയത്ത് പോലും അത് പ്രകടമായത്. ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേതാവും അത്ര മഹാനെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം എല്ലാവർക്കും അവരവരുടേതായ വീക്ക്നെസ്സും അവരവരുടേതായ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പറയും, ഇപ്പോൾ വി എസ് ഇപ്പം പൊതുരംഗത്ത് ഇല്ലാത്ത കാരണം വി എസ് ആയിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല. കാരണം വി എസ് അച്യുതാനന്ദനൊന്നും അല്ല. അതിനേക്കാളൊക്കെ എത്രയോ പ്രഗത്ഭരും പ്രതിഭാശാലികളുമായിട്ടുള്ള നേതാക്കന്മാരെ കണ്ടിട്ടുള്ളതാണ്. നേതാക്കന്മാരെ ഒരാളെ എടുത്ത് പറഞ്ഞിട്ട് അതിനുശേഷം പ്രളയം എന്നൊക്കെ പറയുന്നതിനോട് എനിക്കതിനെ ആ രീതിയിൽ എന്ത് ബോധത്തിലാണ് അങ്ങനെ സംസാരിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വി എസ് അനിഷേധ്യനായ നേതാവായിരുന്ന ഒരു കാലത്ത് വി എസിൻ്റെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ വി എസ് പാർട്ടിയിൽ നിന്ന് ഒഴിവായി. വി എസ് ചെയ്തിട്ടുള്ള പ്രവർത്തികളൊന്നും അത്ര പുണ്യപ്രവർത്തികളൊന്നും ആയിരുന്നില്ല ചെയ്തത്. ഈ നിഷ്കരണം, ഈ വെട്ടിനിരത്തലും പാലക്കാടൻ തീക്കാറ്റും ഒക്കെ ഓർമ്മയുള്ളവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. എം ലോറൻസിനെ അടക്കം വെട്ടിനിരത്തിയതാണ് ഒരു ഘട്ടത്തിൽ. അങ്ങനെ വലിയൊരു രീതിയിൽ ഒരു അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ നടക്കുന്ന സംഭവങ്ങളെന്നാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരാൾ വലിയ നേതാവൊന്നും ആവുന്നില്ല. അതിനു മുമ്പും മറുപടി വേണം. ശ്രീ കെ എം ഷാജഹാൻ, വി എസ് ഒക്കെ നടത്തി വന്ന വിഭാഗീയത അതിന്റെ പിന്തുടർച്ചക്കാർ എന്ന രീതിയിൽ ഇപ്പോഴത്തെ വിഭാഗീയത കാണാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ വെറും അസംബന്ധങ്ങളാണ്. നമ്മളത് കണ്ണിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പി എസ് അച്യുതാനന്ദൻ ചെയ്തത് എന്താണെന്നുള്ളത് ഇവിടെ പാർട്ടി അണികൾ കണ്ടിട്ടുള്ളതാണ്. വി എസ് അച്യുതാനന്ദൻ എന്ത് ചെയ്തു എന്നുള്ളത് കൊണ്ടാണല്ലോ 2006 വി എസ് അച്യുതാനന്ദന് വേണ്ടി 16 പാർട്ടി അണികൾ റോഡിലിറങ്ങി പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ മാറ്റി വി എസിനെ പിന്നെ മത്സരിപ്പിക്കാൻ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് നേതാവ് വാഴ്ത്തിപ്പാടല് അതിന് പ്രത്യേക ചില PR ഏജൻസികളും പ്രത്യേക ചില വക്താക്കളും പ്രത്യേക ചില ആളുകളുണ്ട്. അവരാരും പാർട്ടിക്കാരൊന്നും ആയിരുന്നില്ല. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇറങ്ങി ഫ്ലക്സ് വെച്ചിരുന്നവരൊന്നും പാർട്ടിക്കാരൊന്നും ആയിരുന്നില്ല. മഞ്ജുഷേ, ഞാൻ പറഞ്ഞതും ആളുകൾ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇരുന്നു കൊണ്ട് പറയുന്നതും ആളുകൾ കേൾക്കുന്നുണ്ട്. അത് അവർ തീരുമാനിച്ചോളട്ടെ. ഈ പറയുന്ന ആള് ജനങ്ങൾ കേൾക്കുമ്പോൾ എത്ര ചെറുതായി പോകുന്നുണ്ടെന്നുള്ളത് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. എനിക്കിപ്പോൾ തർക്കിക്കാൻ വയ്യ, കാരണം എനിക്ക് ഇത്തിരി തൊണ്ടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എന്തായാലും വി എസ് അച്യുതാനന്ദനെ 2006 മുഖ്യമന്ത്രി മത്സരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് പാർട്ടി അണികളാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പിന്നെ വി എസ് അച്യുതാനന്ദനോട് കലിപ്പ് ഉള്ള ആളുകൾ അതിൽ പറഞ്ഞ് ചൊറിഞ്ഞ് ആ ബുദ്ധിമുട്ട് തീർത്തോട്ടെ. ഞാൻ അതിലേക്ക് വരുന്നില്ല. അത് വി എസ് അച്യുതാനന്ദനെ ചൊറിയുന്നത് കൊണ്ട് ചിലർക്ക് ഇച്ചിരി സുഖം കിട്ടുമെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് വലിയൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഞാനത് കാണുന്നു. പിന്നെ വി എസ് അച്യുതാനന്ദനെ ചൊറിയുന്നത് കൊണ്ട് ചില പുത്തൻകൂറ്റ് CPM-കാർക്ക് കുറച്ച് സുഖം ചൊറിയുമ്പോൾ നമുക്കൊക്കെ ശരീരം ചൊറിയുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. ആ സുഖം ചില പുത്തൻകൂറ്റ് CPM നേതാക്കന്മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കൊള്ളട്ടെ. ഇവരൊക്കെ ഇപ്പോഴല്ലേ ഇപ്പൊ ഇവിടെ വന്ന് സംസാരിച്ച ആള് ഏതാണ്ട് എം ലോറൻസിന്റെ ലെവലിലും എന്തോ രവീന്ദ്രനാഥിന്റെ ലെവലിലും ഒക്കെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഏതോ ഒരു പുത്തൻകൂറ്റുകാരൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഈ വിളിച്ചു പറയുന്നത്
ആ പുത്തൻകൂറ്റുകാരൻ വിളിച്ചു പറയുന്നതും ഞാൻ വിളിച്ചു പറയുന്നതും നാട്ടുകാർ കേൾക്കുന്നുണ്ട്. അവര് കേട്ടോട്ടെ, അവരത് കേട്ടിട്ട് അവർ തീരുമാനിച്ചോളട്ടെ. അച്യുതാനന്ദനെ കുറിച്ച് പറയുന്നത് നാട്ടുകാർ കേൾക്കുന്നുണ്ട്, ജനം കേൾക്കുന്നുണ്ട്. ഈ പുത്തൻകൂറ്റുകാരൻ ഇതൊക്കെ ജനങ്ങൾ പറയുമ്പോൾ, ജനങ്ങൾ കേൾക്കുമ്പോൾ ഈ പുത്തൻകൂറ്റുകാരൻ വെറും മൂട്ടയായി പോവുകയാണ്. ജനങ്ങളുടെ മുന്നിൽ ഈ പുത്തൻകൂറ്റുകാരൻ വെറും മൂട്ടയായി പോവുകയാണ്, മൂട്ട. പക്ഷേ ഈ പുത്തൻകൂറ്റുകാരന് VS അച്യുതാനന്ദനെ ചൊറിയുമ്പോൾ, ഈ കൊതുകടിക്കുമ്പോൾ നമ്മൾ ചൊറിയുമല്ലോ, കൊതുകടിക്കുമ്പോൾ നമ്മൾ ചൊറിയുമ്പോൾ ഇതിന് സുഖം കിട്ടും. ആ സുഖം ഇയാൾക്ക് കിട്ടിക്കോട്ടെ. ഇയാൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഈ ചാനലിൽ വരുന്നത്. ഇയാൾ അവിടെ നിന്ന് പറഞ്ഞോട്ടെ, അത് ജനങ്ങൾ കേട്ടോട്ടെ. കേൾക്കുമ്പം ഇയാൾ വെറും ഈ പറഞ്ഞതുപോലെ വളരെ ഒരു മൂട്ടയായി ജനങ്ങളുടെ മുമ്പിൽ മാറും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, അല്ലല്ല, താങ്കൾ ഈ VS അച്യുതാനന്ദനെ വിഭാഗീയത വളർത്തിയാൾ, വിഭാഗീയതയ്ക്ക് വിത്ത് പാകിയാൾ എന്ന രീതിയിൽ അവതരിപ്പിച്ചതിനെയാണ് ഷാജഹാൻ ഇവിടെ ചോദ്യം ചെയ്തത്. ശ്രീ ജയരാജ്, താങ്കൾക്ക് പറയാനുള്ള അവസരം. അതൊന്നും പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? VS അച്യുതാനന്ദൻ വിഭാഗീയനാണെന്ന് പറയാൻ ഉള്ള യോഗ്യത ഇയാൾക്ക് എവിടുന്നാണ്? ഇയാൾ എവിടുത്തെ പാർട്ടിക്കാരനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇയാൾ CPM-ന്റെ ആളായിട്ട് വന്ന് ഇരിക്കുന്നു എന്നുള്ളത് തന്നെ CPM-ന്റെ ജീർണതയുടെ ഏറ്റവും വലിയ തെളിവല്ലേ? ഏറ്റവും വലിയ തെളിവാണല്ലേ ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇയാളെ AK സെന്ററിൽ നിന്ന് വിട്ടതാണോ? AK സെന്ററിൽ നിന്നാണോ ഇയാളെ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്? AK സെന്ററിൽ ഇയാളെ വിളിച്ചിവിടെ ഇരുത്തുവോ? ഇയാളൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ CPM ഏറ്റവും ജീർണിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഇയാൾ ആരാണ്? ഈ ജയരാജൻ എന്ന് പറഞ്ഞ ആൾ ആരാണ്? ഇയാൾ CPM ആണോ? ഇയാൾ എങ്ങനെയാണ് CPM-നെ പ്രതികരിക്കുന്നത്? ഇയാളെ AK സെന്ററിൽ നിന്ന് വിട്ടതാണോ? AK സെന്ററിലാണോ ഇയാളെ വിട്ടത്? ഇയാൾ ആരാണ്? ഇയാൾ ഏത് CPM-കാരനാണ്? ഇയാളാണ് ഇപ്പൊ CPM-ന്റെ പ്രതിനിധി. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇന്ന് നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പയൻ ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: വിഭാഗീയത തടയാൻ CPM-ന് കഴിയുമോ? കഴിയുമെന്ന് 23%, കഴിയില്ല എന്ന് 75%.